മനോഹരമായ സിറ്റി പാലസിൽ കയറി പിച്ചോല തടാകത്തിന്റെ തീരത്തിലൂടെ ഒട്ടകത്തെയും കണ്ട് 6 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്നുള്ള ഒരു യാത്ര. രാവിലെ 9:54 ഉദയ്പൂരിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങി. ഇന്നലെ രാത്രിയാണ് ഉദയ്പൂരിലെത്തിയത്. എന്റെ ഭാഗ്യത്തിന് കിട്ടിയ ഒരു ഹോട്ടലായിരുന്നു ഇത്. നല്ല റിസപ്ഷൻ ആയിരുന്നു. ഉദയ്പൂരിലെ പ്രശസ്തമായ സിറ്റി പാലസിലേക്കാണ് ആദ്യം പോകുന്നത്. ലൊക്കേഷൻ സെറ്റ് ചെയ്ത് നടന്നു. പിച്ചോല തടാകത്തിന് കുറുകെയുള്ള ഒരു പാലം കടന്നാണ് എനിക്ക് പോവാനുള്ളത്. ഇതൊരു മനുഷ്യനിർമ്മിത തടാകമാണ്. വാഹനങ്ങൾ പോകുന്നതിനായി മറ്റൊരു പാലം അപ്പുറത്തുണ്ട്. ഇനി 300 മീറ്റർ അകലെയാണ് പാലസ്. ഇന്ന് രാവിലെ നല്ല വിശപ്പുണ്ട്. പാലസിന്റെ കവാടത്തിന്റെ തൊട്ടടുത്തായുള്ള ഒരു ഹോട്ടലിൽ കയറി. ഇതാണ് ഇവിടുത്തെ മെനു. ബ്രെഡ് റോസ്റ്റും ചായയുമാണ് ഇന്നത്തെ നാസ്ത. നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു. ഇനി ടിക്കറ്റ് എടുക്കണം. 400 രൂപയാണ് അഡൾട്ടിന്റെ ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് എടുത്ത് കവാടം കടന്ന് അകത്ത് കയറി. മുകളിൽ വാഹനം നിർത്താൻ സൗകര്യമുണ്ട്. പക്ഷെ നിങ്ങളുടെ റിസ്കിലാണെന്ന് മാത്രം. ഇതാണ് സിറ്റി പാലസിന്റെ പ്രധാന ഭാഗം. മഹാറാണ ഉദയ് സിംഗ് രണ്ടാമനാണ് ഈ പാലസ് നിർമ്മിച്ചത്. 10:40 സിറ്റി പാലസിന്റെ അകത്ത് കയറുന്നത്. ആദ്യം തന്നെ കാണാനുള്ളത് ആയുധ ശേഖരങ്ങളാണ്. പലതരം തോക്കുകൾ, കത്തികൾ, വാളുകൾ അങ്ങനെ പോകുന്നു. ചിലത് അയൺ കൊണ്ട് നിർമ്മിച്ചതാണ്, മറ്റു ചിലത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ്. ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. അതിന്റെ വിവരങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുമുണ്ട്. തോക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു പൂവാണ് ഇത്. ആ കാഴ്ച കണ്ട് ലഗേജ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറണം. കോണികൾ കയറിയെത്തുന്നത് ഒരു നടുമുറ്റത്തേക്കാണ്. അക്ബറിനെതിരെയുള്ള ഹൽദിഘാട്ടി യുദ്ധം നടന്ന സ്ഥലത്തെ മണ്ണാണ് ഇത്. കുറച്ച് സ്റ്റെപ്പ് കയറി ചെന്നാൽ ഇങ്ങനെ ഒരു ബേസിൻ കാണാം. ലാക്കു കുണ്ടു എന്നാണ് ഇതിന്റെ പേര്. രാജാവ് കിരീടാരോഹണത്തിന് ശേഷം 1,00,000 സിൽവർ കോയിൻ ഈ ബേസിനിൽ നിറക്കും. അതിന്റെ 4/1 പാലസിന്റെ താഴെ നിൽക്കുന്ന പൊതുജനങ്ങൾക്ക് നൽകും. ബാക്കിയുള്ളവ ഭിക്ഷയായിട്ടും നൽകും. വീണ്ടും നടന്നു. ചെറിയ ഇടവഴിയിലൂടെയാണ് നടത്തം. ഒരാൾക്ക് സുഖമായിട്ട് നടക്കാം. വീണ്ടും വിശാലമായൊരു നടുമുറ്റം. ഇവിടെയായിരുന്നു രാജ്ഞിമാരുടെ പൂന്തോട്ടം. പ്രാവിനെ വളർത്തിയിരുന്ന കൂടുകളും കാണാം. ഇവിടെയും ഒരു ബേസിനുണ്ട്. എന്തിനുപയോഗിച്ചു എന്ന വിവരണങ്ങളൊന്നും കണ്ടില്ല. ഇവിടുന്ന് ഉദയ്പൂർ നഗരത്തിലേക്കുള്ള വിശാലമായ കാഴ്ച കാണാം. രാജാക്കന്മാരുടെ കാലത്ത് നടന്ന എലഫന്റ് ഫൈറ്റിന്റെ ചിത്രമാണ് ഇത്. വീണ്ടും ചെറിയ വഴിയിലൂടെ നടന്ന് മറ്റൊരു സ്ഥലത്തെത്തി. ഇവിടെ പെയിന്റിങ്ങുകളാണുള്ളത്. പലതരത്തിലുള്ള പെയിന്റിങ്ങുകൾ. കളർഫുൾ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ജനവാതിലുണ്ട് ഇവിടെ. ഉദയ്പൂർ പ്രശസ്തമായത് ഇവിടുത്തെ കൊട്ടാരങ്ങൾ കൊണ്ടും തടാകങ്ങൾ കൊണ്ടുമൊക്കെയാണ്. ഈ ഭാഗത്ത് മുകളിലൊക്കെ ടൈൽസ് പതിച്ചതായി കാണാം. ഇടവഴിയിലൂടെ ഇനി സ്റ്റെപ്പ് ഇറങ്ങണം. എയർ സർക്കുലേഷന് വേണ്ടി ഫാൻ ഘടിപ്പിച്ചിട്ടുണ്ട്. മോട്ടി മഹലാണ് ഇത്. വീണ്ടും ഒരുപാട് നടന്നു. ഇടയ്ക്കൊരു റെസ്റ്റോറന്റ് ഉണ്ട്. 50 രൂപ കൊടുത്ത് ഒരു ജ്യൂസ് വാങ്ങി. നല്ല ദാഹമുണ്ടായിരുന്നു. അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുകയും ചെയ്തു. ജ്യൂസ് കുടിച്ചിരിക്കുമ്പോൾ ഞാൻ ഓർത്തത് കാഴ്ചകൾ അവസാനിച്ചു എന്നാണ്. പക്ഷെ അതിനുശേഷവും ഉണ്ട് കാണാൻ. സിറ്റി പാലസിന്റെ പുറത്തേക്ക് കടന്നു. ഹിസ്റ്ററി അറിയാൻ താല്പര്യമുള്ളവർക്ക് നല്ല സ്ഥലമാണ് ഇത്. വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാടുണ്ട്. എല്ലാം കൂടി കാണിച്ചാൽ ബോറാകുമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. ടിക്കറ്റിന്റെ 400 രൂപയ്ക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാഴ്ചകളില്ല എന്നാണ് എന്റെ ഒരു ഇത്. പുറത്തെത്തിയപ്പോൾ ഒന്നുകൂടെ തിരക്ക് കൂടിയതുപോലെ തോന്നി. ഇരു സൈഡിലും പലതരം കച്ചവടക്കാരുണ്ട്. മയിലിന്റെ തുവല് കൊണ്ടുണ്ടാക്കിയതാണ് ഇത്. ഇവിടെ ഒരു മന്ദിറും ഉണ്ട്. രാജാക്കന്മാരെ പോലെ തോന്നിപ്പിക്കുന്ന രൂപങ്ങൾ കാണാം. ഇതെല്ലാം ഡയറികളാണ്. ഒരുപാട് പഴക്കമുള്ളതാണെന്ന് തോന്നും. പക്ഷെ ഉള്ളിൽ ബ്ലാങ്ക് പേപ്പറാണ്. ചട്ടകൾ മാത്രം പഴമ തോന്നിക്കുന്നതുമാണ്. 400 രൂപ മുതലാണ് ഇതിന്റെ വില തുടങ്ങുന്നത്. പഴമ തോന്നിപ്പിക്കുന്ന ബാഗുകളുമുണ്ട്. ബൈക്കുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരുപാട് കടകളും കാണാം. ഉദയ്പൂരിന്റെ പഴയ തെരുവിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗംഗോർ ഘാട്ട് എന്ന ഒരു സ്ഥലത്തെത്തി. പിച്ചോള ലേക്കിന്റെ തീരമാണ് ഇത്. തടാകത്തിലേക്ക് ഇറങ്ങിയാൻ പറ്റിയ സ്ഥലം. വെഡ്ഡിംഗ് ഷൂട്ടുകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ. തൊട്ടപ്പുറത്തായി ഒരു മ്യൂസിയവുമുണ്ട്. കയറുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു. പാലസിൽ കണ്ടതിനേക്കാൾ കൂടുതലൊന്നും ഇല്ല എന്ന് തോന്നിയപ്പോൾ വേണ്ടെന്ന് വെച്ചു. വീണ്ടും നടത്തം. ദിവ്യ ആർട്സ് എന്നൊരു ഷോപ്പാണ് ഇത്. ചെറുതും വലുതുമായ പല മൃഗങ്ങളും വിൽക്കാൻ വെച്ചിരിക്കുന്ന മറ്റൊരു ഷോപ്പ്. ടൂറിസത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ വരുമാനം. കുറച്ചുകൂടെ നടന്നപ്പോഴാണ് ഈ മാർക്കറ്റ് കണ്ടത്. ടിബറ്റൻ മാർക്കറ്റാണിത്. വസ്ത്രങ്ങളുടെ കച്ചവടമാണ് അധികവും. തണുപ്പായതുകൊണ്ട് കോട്ടിന്റെ കച്ചവടം കൂടുതൽ നടക്കുന്നു. അവിടുന്ന് ഇറങ്ങി. 2:08 ഇപ്പോൾ സമയം. ഒരു പള്ളി ലക്ഷ്യമായി ലൊക്കേഷൻ ഇട്ടു. 1 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. നടക്കുക തന്നെ. വഴിയിലൂടെ പോകുന്ന പൈപ്പുകളാണ് ഇത്.
കൃത്രിമ തടാകങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടേക്ക് ദൂരെ നിന്ന് വെള്ളമെത്തിച്ചിരുന്ന പൈപ്പുകൾ ഇപ്പോഴുമുണ്ട്. റോഡിൽ നിന്നൊരു ഗല്ലിയിലേക്കാണ് ലൊക്കേഷൻ കൊണ്ടുപോകുന്നത്. കുറെ നടന്നു. ഇനി 400 മീറ്റർ മാത്രം. വീണ്ടും റോഡിലേക്ക് തന്നെ എത്തി. ചെറിയൊരു പോക്കറ്റ് റോഡിലേക്ക് കയറിയപ്പോൾ പള്ളി കാണാൻ തുടങ്ങി. ളുഹറും അസറും അവിടുന്ന് നിസ്കരിച്ചു. പിന്നെയും കുറച്ചധികം സമയം പള്ളിയിൽ തന്നെ ചിലവഴിച്ചു. പള്ളിയിൽ നിന്ന് റോഡരികിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ ഒരു ഒട്ടകം കിടക്കുന്നു. പിന്നിലൊരു വണ്ടിയും വണ്ടിയിലൊരു ബാനറുമുണ്ട്. കാര്യം അന്വേഷിച്ചു. ഇവിടെ ഒരു മഖാമുണ്ട്. അവിടെ ഉറൂസ് നടക്കുകയാണ്. അങ്ങോട്ടുള്ള റാലി തുടങ്ങാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്തൊരു ഹോട്ടലിൽ ഉച്ചഭക്ഷണത്തിനായി കയറി. ചപ്പാത്തിയും ചിക്കൻ പായയുമാണ് ഇന്നത്തെ വിഭവം. ഈ ഹോട്ടലിൽ വൈകുന്നേരത്തേക്കുള്ള വിഭവങ്ങളും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ സ്പ്രിംഗ് റോൾ എന്നാണ് ഇതിന്റെ പേര്. അവിടുന്ന് ഉദയ്പൂർ സിറ്റിയുടെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. വൈകുന്നേരം 6:08 ഈ ടൗണിലെ ഒരു പള്ളിയിൽ കയറി നിസ്കാരങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഉദയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അജ്മീറിലേക്കാണ് ഇനി എന്റെ അടുത്ത യാത്ര. ഇവിടുന്ന് 1 കിലോമീറ്ററിലേറെ നടക്കാനുണ്ട് സ്റ്റേഷനിലേക്ക്. നടക്കാമെന്ന് തന്നെ കരുതി. കാഴ്ചകൾ കാണുകയും ചെയ്യാമല്ലോ. കാറും ബൈക്കും റെന്റിന് ലഭിക്കുന്ന അനേകം കടകളുണ്ട് ഇവിടെ. സഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങൾ ഒരിടത്തുണ്ടെങ്കിലും ഇത്തരം ചെറിയ കൂരകളും ദാരിദ്ര്യവും തൊട്ടപ്പുറത്ത് തന്നെ കാണാം. സ്റ്റേഷനിലെത്തി. 6:48 ഇപ്പോൾ സമയം. എനിക്ക് പോകാനുള്ള ട്രെയിൻ 12:30-ക്കാണ്. അതുവരെ എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ച് കൂടുതൽ ഐഡിയ ഒന്നുമില്ല. ട്രെയിനിലേക്കുള്ള കമ്പിളിയും മറ്റും അലക്കിയതിനു ശേഷം കൊണ്ടുവരികയാണ് ഇവർ. അലക്കി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഉപയോഗം കഴിഞ്ഞ് അലക്കാനുള്ളതിന്റെ ബണ്ടിലുകൾ അപ്പുറത്തുണ്ട്. ഇടക്ക് പുറത്തിറങ്ങി കാഴ്ചകൾ കണ്ടും വർക്കുകൾ ചെയ്തുമെല്ലാം സമയം കഴിച്ചു. 12:27 ട്രെയിൻ വന്നു. ഇന്ന് രാവിലെയാണ് അജ്മീറിലെത്തുക. അജ്മീറിലെ വിശേഷം അടുത്ത എപ്പിസോഡിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.